അപ്പോൾ നമ്മളുണ്ടല്ലോ ഇന്ന് കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആയുർവേദിക് ഇൻസ്റ്റൻറ്റ് സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ ഫേസ് പാക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ. എന്താണെന്ന് വെച്ചാൽ ഇത് അത്രയ്ക്ക് റിസൾട്ട് തരുന്നൊരു ഫേസ് പാക്കാണ്. അതുപോലെ തന്നെ 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. പിന്നെ ആയുർവേദിക് ഫേസ് പാക്ക് ആയതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് സ്പോട്ട്സും അൺഈവൻ സ്കിൻ ടോണും പിഗ്മെൻറ്റേഷനും എല്ലാം മാറ്റി നല്ലോണം സ്കിൻ ബ്രൈറ്റൻ ആക്കാൻ കിഡിലനായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യത്തെയും പിന്നെ മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് രക്തചന്ദനമാണ് കേട്ടോ. രക്തചന്ദനം ആരും സ്കിപ്പ് ചെയ്യരുത്. ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഞാനിവിടെ രക്തചന്ദനത്തിൻ്റെ കട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പൊടിയാണെങ്കിലും എടുത്താൽ മതി. ഇപ്പോൾ കട്ടയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. ഇത് രക്തചന്ദനം എല്ലാവർക്കും അറിയാം. നമ്മൾ പണ്ട് മുതലേ കുട്ടിക്കാലം മുതലേ യൂസ് ചെയ്ത് വരുന്നതാണ്. ആയുർവേദം ആയതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഉണ്ടാവില്ല. പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറും കേട്ടോ. അപ്പോൾ അച്ഛനാണ് കേട്ടോ ഇത് ഞങ്ങൾക്ക് അരച്ച് തരുന്നത്. അച്ഛൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞങ്ങൾക്ക് എപ്പോഴും അരച്ച് തരാറുണ്ട്. എപ്പോഴും ഭയങ്കര ബിസി ആയതുകൊണ്ട് അച്ഛനാണ് എപ്പോഴും അരച്ച് തരാറ്. അപ്പോൾ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് മാത്രമായിട്ട്, അതായത് രക്തചന്ദനവും തൈരും കൂടി അരച്ച് മുഖത്തിടാറുണ്ട്. നല്ല മാറ്റമുണ്ട് കേട്ടോ ഗൈസ്. നല്ലോണം ടാൻ മാറുന്നുണ്ട്, ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ മാറുന്നുണ്ട്, ഒന്ന് സ്കിന്നൊന്ന് ഈവൻ ടോൺ ആവുന്നുണ്ട്. അത്രയ്ക്ക് നല്ല സംഭവമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയണത്, ഞാൻ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പാലല്ലെങ്കിൽ നമുക്ക് വെറും വെള്ളം ആയാലും എടുത്താൽ മതി കേട്ടോ. പാലിലേക്ക് ഞാനിവിടെ ഓട്സ് പൊടിച്ചതും റാഗി പൊടിച്ചതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് റാഗിയും ഓട്സും രണ്ടും ഇല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ആയാലും ഇട്ടാൽ മതി കേട്ടോ. ഇപ്പം ഞാൻ രണ്ടും കൂടി ഇടുന്നുള്ളൂ. പക്ഷെ നല്ലോണം റിസൾട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും ഓട്സ് ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും റാഗി പൗഡർ മാത്രമുള്ളെങ്കിൽ അതായാലും എടുത്താൽ മതി. പിന്നെ പാല് പറ്റാത്തവർക്ക് വെള്ളമായാലും എടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം കുറുക്കിയെടുക്കുക. 1 മിനിറ്റ് മാക്സിമം കേട്ടോ. അത്രയും വരെ വെച്ചാൽ മതി. അപ്പം തന്നെ നല്ലോണം കുറുകി വരും. പിന്നെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കട്ട പിടിച്ച് പോകരുത് കേട്ടോ. കട്ട പിടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുഖത്തിടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും തന്നെ എടുക്കുക കേട്ടോ. ഇനി ചൂടാറി കഴിയുമ്പോഴേക്കും ഒന്ന് കട്ടയാവും. കണ്ടില്ലേ, ഞാനൊന്ന് ലൂസായപ്പോൾ തന്നെയാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത്. അപ്പം തന്നെ കട്ടയാവുകയും ചെയ്തു കേട്ടോ. അപ്പം വേഗം തന്നെ എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ അരച്ച് വെച്ച നമ്മുടെ ഈ രക്തചന്ദനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ രക്തചന്ദന പൊടി. ഇപ്പം ഞാൻ രക്തചന്ദനം അരച്ച് വെച്ചുകൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത് കേട്ടോ. ഞാൻ തൈര് ചേർത്താണ് അരച്ചത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഈ ഒരു 2 ടീസ്പൂൺ ഈ കുറുക്കി വെച്ച ഓട്സും റാഗിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ എനിക്ക് പാലൊന്നും എനിക്ക് മുഖത്തിനൊരു പ്രശ്നവും ഇല്ല. ചിലർക്കൊക്കെ പിമ്പിൾസ് വരും. അതാണ് ഞാൻ വേണമെങ്കിൽ വെള്ളമായാലും എടുത്താൽ മതി എന്ന് പറഞ്ഞത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി പാല് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പാല് പറ്റാത്തവരാണെങ്കിൽ വെള്ളം തന്നെ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ തൈരുണ്ടല്ലോ, തൈര് അല്ലെങ്കിൽ റോസ് വാട്ടർ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കി നല്ലോണം ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ എടുക്കണം കേട്ടോ. നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ എടുക്കണം. നല്ലോണം ഇളക്കണം കേട്ടോ. അപ്പോൾ അതേ ഒരു കട്ടയൊന്നും കൂടാണ്ട് ഇതേപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക്. ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഫേസ് പാക്കാണ്. നമുക്ക് ഡെയിലി ഒന്നും ഇടണമെന്നൊന്നുമില്ല. ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഇട്ടാൽ മതി കേട്ടോ. അത്രയ്ക്ക് നല്ല കിഡിലൻ റിസൾട്ട്, അതും ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇത്. അപ്പം ഞാനിത് 2 ദിവസം മുന്നേ പഴനിയിലൊക്കെ പോയി വന്ന് കുറച്ച് ടാൻ അടിച്ചിരിക്കണമായിരുന്നു. ഞാൻ എല്ലാ ദിവസവും രക്തചന്ദനം ഇട്ട് മുഖം ഒന്ന് സൂപ്പറാക്കി കൊണ്ടുവന്നപ്പോഴാണ് പിന്നെയും തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് ടാൻ അടിച്ച് വന്നത്. അപ്പോൾ ഒന്ന് കുറച്ച് ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് ഇടാമെന്ന് വിചാരിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടാൽ എന്തായാലും എൻ്റെ ടാനിങ്ങും മാറും. അതേപോലെ തന്നെ സ്കിൻ അടിപൊളിയാവട്ടെ. അപ്പം തന്നെ നല്ല ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ ഫേസ് പാക്ക് ഇടാൻ മെയിനായിട്ടുള്ള കാരണം കേട്ടോ. അപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്യേണ്ട. പിന്നെ ഒരു സ്ക്രബിങ് എഫക്റ്റും ആയി. പിന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലോണം മാറും. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഖത്ത് ഫുള്ളായിട്ട് നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കിത് രക്തചന്ദനം വെറുതെ ദിവസം വേണമെങ്കിൽ അരച്ചോ അല്ലെങ്കിൽ കുറച്ച് പൊടി എടുത്തിട്ട് പാലിലോ അല്ലെങ്കിൽ തൈരിലോ അല്ലെങ്കിൽ ഈ റോസ് വാട്ടറിലോ ഒക്കെ ഇട്ട് നമുക്ക് മുഖത്തിടാം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പം ഈ ഒരു ഫേസ് പാക്ക് വേണമെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ഇട്ടാൽ മതി. അപ്പോൾ അതേ നല്ലോണം ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് വളരെ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പം നിങ്ങളുടെ ഫേസ് ഭയങ്കരമായിട്ട് ഡള്ളായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ ഈ ഒരു നാച്ചുറൽ റെമഡി ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചെറുതിലേ മുതലേ എല്ലാവരും ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് നല്ലോണം കട്ടിയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 1/2 മണിക്കൂർ നേരം വെച്ചേക്കാം കേട്ടോ. നല്ലോണം ഇനി ഉണങ്ങട്ടെ കേട്ടോ.
ഉണങ്ങി ഒരുപാട് വലിയണ്ട, ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് കഴുകിക്കളയാം. അപ്പം ഞാനിത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഇത് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി കഴുകാം കേട്ടോ. ഇവിടെ ഒന്ന് വെള്ളം ഇട്ട് കുറച്ചധികം ഉണങ്ങിപ്പോയി. നനച്ചിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് കഴുകാം. നനച്ചിട്ട് ഇത് നോക്കി, നല്ലോണം നിറം വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട, ഇതൊക്കെ നല്ല നിറമുണ്ട്, നല്ലോണം നിറം വെച്ചിട്ടുണ്ട്. നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് കിട്ടുന്നുണ്ട് ഗൈസ്. കണ്ട, നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് കിട്ടും കേട്ടോ. കണ്ട, ഒറ്റ ദിവസത്തിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ആദ്യത്തെ എൻ്റെ മുഖം കണ്ടപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരുന്നു, എനിക്ക് നല്ലോണം ടാൻ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പഴനിക്കൊക്കെ പോയി വന്നിട്ട് നല്ല മാറ്റം കേട്ടോ. ഞാൻ ഇനി മുഖം കഴുകിയിട്ട് വരാം. നല്ലോണം മസാജ് ചെയ്തിട്ട് കഴുകുക കേട്ടോ. എന്നാലാണ് ഒരു സ്ക്രബിങ് എഫക്റ്റ് ഒക്കെ കിട്ടണം, അതിനാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഫേസ് കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഭയങ്കര ഡള്ളായിട്ടായിരുന്നു ഫേസ് ഇരുന്നത്. ഇപ്പോൾ നോക്കി നല്ല മാറ്റമുണ്ട് കേട്ടോ. നല്ലോണം നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് ഉണ്ട്. നമ്മൾ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ചെയ്താൽ മതി. പിന്നെ രക്തചന്ദനം അരച്ചിടൽ എല്ലാ ദിവസവും ഒന്ന് ചെയ്യാം കേട്ടോ. നല്ല മാറ്റമുണ്ട്. ആദ്യത്തെ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടും ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അറിയിക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.